നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ ഇനി വരുന്ന എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ പ്രോഗ്രാം കാണുന്നവർ വീഡിയോ മുഴുവനായി കാണണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് ഓടിച്ചു കളയുകയോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോവുകയോ ചെയ്താൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും. അതുകൊണ്ട് വീഡിയോ ആദ്യാവസാനം വരെ കാണണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം നക്ഷത്രത്തെ പറ്റിയാണ്. ഓരോ വ്യക്തിയും ജനിച്ച ദിവസത്തെ നക്ഷത്രത്തെയാണ് ആ വ്യക്തിയുടെ ജന്മനക്ഷത്രമായി കണക്കാക്കുന്നത്. ഒരു ദിവസത്തിൽ ജനിക്കുമ്പോൾ ഒരു നക്ഷത്രം ഉണ്ടാവുമല്ലോ, ആ നക്ഷത്രവും ആ വ്യക്തിയുടെ ജന്മനക്ഷത്രമായി കണക്കാക്കുന്നത്. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രങ്ങൾ നമുക്കുണ്ട്. അശ്വതി മുതൽ 27 നക്ഷത്രങ്ങൾ, രേവതി വരെ. ഈ 27 നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയത്തെ ആധാരമാക്കിയാണ് ജ്യോതിഷികൾ ഫലങ്ങൾ പറയുന്നത്. ഈ ജ്യോതിഷ ശാസ്ത്രപ്രകാരം സൂര്യനെ പ്രധാന ഗ്രഹമായാണ് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത്. അശ്വതി തുടങ്ങി 27 നക്ഷത്രങ്ങളെ ചന്ദ്രന്റെ പത്നിമാരായി പുരാണങ്ങളിൽ പറയുന്നു. ഓരോ നക്ഷത്ര ജാതകന്റെയും ജന്മസമയത്തെ ലഗ്നവും ഗ്രഹനിലയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ പൊതുവായ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. അവരുടെ നക്ഷത്രത്തെപ്പറ്റിയും അവരുടെ ജന്മസമയത്തെ പറ്റിയൊക്കെയുള്ള ജാതക ഫലം ജാതകം കൂടി ഒത്തുചേർത്ത് നോക്കിയാലേ അത് പൂർണ്ണമാവുള്ളൂ. എന്നിരുന്നാലും